നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അത്ലറ്റിക് ക്ലബിനെ റയൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയാണ് ഈ 2 ഗോളുകളും സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 8-ാം മിനിറ്റിൽ ഡയസിന്റെ അസിസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ 73-ാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിന്റെ അസിസ്റ്റിൽ നിന്നുമാണ് റോഡ്രിഗോ ഇരട്ട ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ എഡർ മിലിറ്റാവോ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. മത്സരത്തിന്റെ അവസാനത്തിൽ കാർവഹലിന് പകരമായി കൊണ്ടാണ് മിലിറ്റാവോ കളിക്കളത്തിൽ തിരിച്ചെത്തിയത്. ദീർഘകാലം ACL ഇഞ്ചുറിയുടെ പിടിയിലായിരുന്നു അദ്ദേഹം. കൃത്യമായി പറഞ്ഞാൽ 232 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ അദ്ദേഹവും പരിശീലകനും അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് താരങ്ങളും ഒക്കെ വലിയ സന്തോഷം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. താരത്തെക്കുറിച്ച് റയൽ പരിശീലകൻ ആഞ്ചലോട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങളിൽ ഒരാളാണ് മിലിറ്റാവോ. അദ്ദേഹം തിരിച്ചെത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോം തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം ആവശ്യമാണ്. ഇതാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ 2 ഗോളുകൾ നേടിയ റോഡ്രിഗോയും തന്റെ സഹതാരത്തിന്റെ തിരിച്ചുവരവിൽ ഇപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താൻ നേടിയ 2 ഗോളുകളിനേക്കാൾ കൂടുതൽ സന്തോഷം മിലിറ്റാവോ തിരിച്ചെത്തിയതിലാണ് എന്നാണ് റോഡ്രിഗോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ബെല്ലിംഗ്ഹാമും താരത്തിന്റെ തിരിച്ചുവരവിൽ സന്തോഷം പ്രകടിപ്പിച്ചു. നീ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷം സഹോദര എന്നാണ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ കുറിച്ചിട്ടുള്ളത്. കളിക്കളത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ മിലിറ്റാവോയും സന്തോഷം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരോടും അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് കളിക്കുക. ആ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ മിലിറ്റാവോക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.